ഇന്നത്തെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജോജി കെ ജോയ് അച്ഛൻ, ബസലിയിൽ റമ്പാച്ചൻ, മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ വന്ന ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കെടുക്കാനും അതിൻ്റെ ഉദ്ഘാടകയാകാൻ സാധിച്ചതും. അതോടൊപ്പം വലിയ പ്രാസംഗികരായ അച്ഛനും റമ്പാച്ചിൻ്റെയൊക്കെ മുമ്പിൽ രണ്ട് വാക്ക് സംസാരിക്കാനും ഒക്കെ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് അബുവാണ്. അബുവിനോടും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദി അറിയിക്കുന്നു. നാം ഇന്നിവിടെ ക്രിസ്മസ് ന്യൂ ഇയറാണ് ആഘോഷിക്കുന്നത്. എന്താണ് ക്രിസ്മസ്? നമ്മൾ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പം ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? ക്രിസ്മസ് ട്രീ, കേക്ക്, സ്റ്റാർ. നമ്മളെവിടെയെങ്കിലും പോയി ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ എന്താ ക്രിസ്മസ് എന്ന് പറയുമ്പം ആദ്യം എന്താ നിങ്ങളുടെ മനസ്സിൽ വരുന്നേ? ആർക്കും ഉത്തരമില്ലേ? പഴകുളത്തിലെ ബോയ്സും ഗേൾസും സ്മാർട്ടല്ല. സ്റ്റാർ, സ്റ്റാർ. പിന്നെന്താ? കേക്ക്. അവിടെ മോള് പറഞ്ഞു, കേക്ക് പറഞ്ഞു. അപ്പം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പിള്ളേരോട് ചോദിച്ചാൽ പിള്ളേരെല്ലാവരും പറയുന്നത് ട്രീ, സ്റ്റാർ, കേക്കൊക്കെയാണ്. പക്ഷേ യഥാർത്ഥമായ ക്രിസ്മസ് എന്താണ്? പുൽക്കൂട്ടിലുള്ള ഉണ്ണി യേശുവാണ് യഥാർത്ഥമായ ക്രിസ്മസ്. നാം ഇപ്പം എവിടെ പോയി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആരോട് ചോദിച്ചാലും ക്രിസ്മസ് എന്ന് പറയുന്നത് ഇതാണ് ഉത്തരം ലഭിക്കുന്നത്. പക്ഷേ പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണി യേശുവിനെ എല്ലാവരും മറക്കുന്നു. അത് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ നാം തന്നെ മറക്കുകയാണ്. പുൽക്കൂട്ടിലുള്ള ഉണ്ണി യേശുവില്ലെങ്കിൽ ക്രിസ്മസ് ഒന്നുമല്ല. 1000 സ്റ്റാറുകൾ നാം തൂക്കിയാലും പുൽക്കൂട്ടിലുള്ള ഉണ്ണി യേശുവിനെ മറന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് നമുക്കൊന്നും അല്ലാതായി തീരുകയാണ്. അവിടെയാണ് ആ പുൽക്കൂട്ടിലെ ഉണ്ണി യേശുവാണ് നമുക്ക് എല്ലാം തരുന്നതും ആ നന്മയാണ് നമുക്ക് സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നതും. അതുപോലെ തന്നെ ഈ ജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തു ജനിച്ചതിനെപ്പറ്റി ദൂതൻ പറഞ്ഞ വാക്യമാണ്. ഈ ജനത്തിന് ഉണ്ടാകാനുള്ള മഹാസന്തോഷം നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഈ സന്തോഷത്തെപ്പറ്റി ആദ്യം കേട്ടതാരാണ്? ആട്ടിടരെയാണ്. ഈ മഹാസന്തോഷത്തിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ പെട്ടെന്നൊന്ന് ടച്ച് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ക്രിസ്തു ജനിച്ചപ്പോൾ ദൂതൻ വന്നറിയിച്ച മഹാസന്തോഷം, ആ മഹാസന്തോഷത്തിന് 3 ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന്, അത് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. 2, അത് ത്യാഗത്തിൻ്റെ മഹാസന്തോഷം. 3, അത് തൃപ്തിയുടെ മഹാസന്തോഷം. അതിനെപ്പറ്റി ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ദൂതൻ വന്ന് പറഞ്ഞു ഈ സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. അത് പക്ഷേ കേട്ടത് ആട്ടിടയർ മാത്രമേ അത് കേട്ടുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കാം? ആട്ടിടയന്മാർ സാധാരണക്കാരായിരുന്നു. അവർക്ക് ഒരുപാട് പ്രൗഢിയും ബാഹ്യമായ ഒരുപാട് ലക്ഷറിയും ഒന്നുമില്ലായിരുന്നു. ഇന്ന് നാം ആഗ്രഹിക്കുന്നത്, നാം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുമായ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നതുമായ ഒരുപാട് ലക്ഷറിയും ഒന്നും ഇല്ലായിരുന്നു. അവർ സാധാരണക്കാർ, അവർ പുറംപോക്കിൽ കിടക്കുന്നവരായിരുന്നു. സാധാരണമായി ജീവിച്ചവർ, വാണ്ടർ ചെയ്യുന്നവരായിരുന്നു, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരായിരുന്നു. അപ്പോൾ അവർ ഒരു തുറന്ന സ്ഥലത്ത് കിടന്നപ്പോൾ മുകളിലെ ആകാശമാണ് കാണുന്നത്. ദൂതനെ കണ്ടു, ദൂതൻ്റെ മെസ്സേജ് കേട്ടു. പക്ഷേ ബാക്കി നമ്മളെപ്പോലുള്ളവരോ നല്ല ലക്ഷറിയിലെല്ലാ സുഖസൗകര്യത്തിലും ജീവിക്കുന്ന നാം എല്ലാവരും അടച്ചു കെട്ടിയ വീട്ടിൽ ഏറ്റവും സേഫായിട്ട് നാം ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദൂതനെ കാണാനും ആ മെസ്സേജ് കേൾക്കാനും സാധിച്ചില്ല. അപ്പം അവിടെ ആ ആട്ടിടയന്മാർക്കുണ്ടായ ആ മഹാസന്തോഷം, അതുകൊണ്ടാണ് സർവ്വജനത്തിനും ഉണ്ടായുള്ള മഹാസന്തോഷം ആട്ടിടയന്മാർ കേട്ടത്. അതെന്തുകൊണ്ട്? അവരുടെ ത്യാഗം, ആ ത്യാഗത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആട്ടിടയന്മാർക്കത് ലഭിക്കാൻ സാധിച്ചത്. നമുക്കിവിടെ ത്യാഗത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ത്യാഗം ഈ മഹാസന്തോഷത്തിലുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കർത്താവ് ജനിച്ചു, ഈ മഹാസന്തോഷം നമുക്ക് ലഭിച്ചു. പക്ഷേ ആ മഹാസന്തോഷം ലഭിക്കാൻ വേണ്ടി 4 ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. ആദ്യമായി നാം നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മാതാവും പിതാവും, ജോസഫും മാതാവും, അവരുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കന്യക ഗർഭിണിയാണെന്ന്.
എന്തോ ഒരു വലിയ അപമാനം. ഇന്നത്തെ കാലഘട്ടമൊന്നുമല്ല, ആ വ്യവസ്ഥിതിയിൽ അവരെ ഉപേക്ഷിച്ച് കളയാനുമുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷേ ജോസഫ് ചെയ്തത് മാതാവിനെ ചേർത്ത് പിടിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. വലിയൊരു അപമാനത്തിൻ്റെ ത്യാഗം നമുക്കവിടെ കാണാൻ സാധിക്കും. അങ്ങനെ അവർ വിവാഹിതരാകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീസർ രാജാവ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. നിങ്ങളെല്ലാവരും പേർ വിളി ചേർക്കണം. നമ്മളിപ്പം SAR രജിസ്ട്രേഷൻ ചെയ്യുന്നില്ലേ, അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യണം. എല്ലാവരും നസ്രത്തിൽ നിന്ന് യെരുസലേമിൽ പോയി രജിസ്റ്റർ ചെയ്യണം. ഇവർക്ക് ഗർഭിണിയായ മാതാവിനെയും കൊണ്ട് 70 മൈലോളം കഴുതപ്പുറത്ത് പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അടുത്ത ത്യാഗം നമുക്ക് ലഭിക്കാനുള്ള ആ മഹാസന്തോഷം, ക്രിസ്തു എന്ന മഹാസന്തോഷത്തിന് മുണ്ടുണ്ടായ അടുത്ത മഹാത്യാഗം, മാതാവും പിതാവും 70 മൈലോളം കഴുതപ്പുറത്ത് പോകേണ്ടി വരുന്നു. അങ്ങനെ അവർ യെരുസലേമിലെത്തുമ്പോൾ മാതാവിന് പ്രസവവേദന വരുന്നു. നോക്കുമ്പം പ്രസവിക്കാൻ ഇടമില്ല. ഒരുപാട് വാതിലുകൾ അവർ കൊട്ടുന്നു. എല്ലാ വാതിലുകളും തുറക്കും, പക്ഷേ അതുപോലെ അടയ്ക്കുകയാണ്. അവർക്ക് ഒരു സഹായവും ലഭിക്കുന്നില്ല. അവസാനം ലോകത്തിൻ്റെ രക്ഷിതാവ്, ഏറ്റവും വലിയ കൊട്ടാരത്തിൽ ജനിക്കേണ്ട രാജാവ് ജനിച്ചത് പുൽത്തൊട്ടിലിൽ. എന്തൊരു വിഷമമായിരുന്നായിരിക്കും യേശു ജനിച്ചു വീണത് പുൽത്തൊട്ടിലിൽ. അടുത്ത മഹാത്യാഗം. അവിടെയും ത്യാഗത്തിൻ്റെ അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തീരുന്നുണ്ടോ? കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ജോസഫും മേരിയും അറിയുന്നു, രാജാവ് ഉത്തരവിട്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലാൻ. ഒരുപാട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ നിരത്തി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് തിരിച്ച് പലായനം ചെയ്യേണ്ടി വരുന്നു. അടുത്ത ത്യാഗം. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന എന്താണ്? ലോകത്തിൻ്റെ രക്ഷിതാവ്, ലോകത്തിൻ്റെ മഹാസന്തോഷം നമുക്ക് തരാൻ വേണ്ടി ആ മാതാവും പിതാവും അനുഭവിച്ച ത്യാഗങ്ങൾ, ആ ത്യാഗത്തിൻ്റെ റിസൾട്ടാണ് നമുക്ക് ക്രിസ്തുവായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെ ജീവിതത്തിൽ നോക്കിയാലും, നിങ്ങൾ ഈ 2025 എൻഡിലെത്തി, നിങ്ങൾക്ക് തിരിച്ച് നോക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നോക്കിയാലും ഒരുപാട് ഇതുപോലത്തെ ത്യാഗങ്ങൾ കാണും. ആ ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ അതിൻ്റെ ഒടുവിൽ ഇതുപോലൊരു മഹാസന്തോഷം ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഡയമണ്ട് അതിൻ്റെ മാറ്റ് ഉരച്ച് കൂട്ടുന്നത് പോലെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളെ നേരിട്ട് നമ്മുടെ തന്നെ മാറ്റുരച്ച് നാം പ്രത്യാശയോടെ ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ നമുക്ക് വലിയൊരു മഹാസന്തോഷം നമ്മളെ കാത്തിരിപ്പുണ്ടായിരിക്കും. അത് ഈ 2025 നിങ്ങളൊരു തീരുമാനമായിട്ടെടുത്ത് 2026 തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് അനുഭവിക്കേണ്ടി വന്നാലും അതിൻ്റെ അവസാനത്തിൽ നമുക്കൊരു മഹാസന്തോഷമുണ്ട് എന്നൊരു പ്രത്യാശയോട് മുമ്പോട്ട് പോകാൻ സാധിക്കണം. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ മഹാസന്തോഷത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന സന്തോഷം. നേരത്തെ പറഞ്ഞു, യൂസഫും മാതാവും അവർ ചെന്ന് പുൽക്കൂട്ടിലാണ് യേശുക്കുഞ്ഞുവിനെ കിടത്തിയത്. ലോകത്തിൻ്റെ രക്ഷിതാവ്, വലിയ കൊട്ടാരത്തിൽ ജനിച്ച് വീഴേണ്ട രാജാവാണ്. പട്ടുമെത്തയിൽ വീഴേണ്ട രാജാവിനെ പുൽത്തൊട്ടിൽ, കാലിത്തൊഴുത്തിലാണ് ജനിച്ച് വീഴുന്നത്. കൊട്ടാരത്തിൽ ജീവിക്കേണ്ട ക്രിസ്തുദേവൻ ജനിച്ച് വീഴുന്നത് മൃഗങ്ങളുടെ ഇടയിലാണ്. എന്തായിരുന്നായിരിക്കും മാതാവിൻ്റെയും പിതാവിൻ്റെയും മനസ്സിൽ കൂടെ ഓടിയിരിക്കുന്നത്? അവരുടെ ആദ്യത്തെ കുഞ്ഞ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമുക്ക് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രിപ്പറേഷൻസ് അവരും അങ്ങനെ ആഗ്രഹിച്ച് കാണും. പക്ഷേ അവസ്ഥയോ? അതായിരുന്നു അവരുടെ മനസ്സിലെ ചിന്തയെങ്കിലും അവിടെ ആട്ടിടയന്മാർ ഈ മഹാസന്തോഷം അന്വേഷിച്ച് അവർ വന്ന് കാണുമ്പോൾ എന്താണ് കാണുന്നത്? മാതാവും പിതാവും എത്ര ദുഃഖിച്ചെന്ന് പറഞ്ഞാലും അവർ ആ കാലിത്തൊഴുത്തിൽ കാണുന്നത് ഏറ്റവും സമാധാനമായി കിടന്നുറങ്ങുന്ന ഉണ്ണി യേശുവിനെയാണ്. എനിക്കിത് മതി എന്ന് ലോകത്തിന് മുമ്പിൽ വലിയൊരു സന്ദേശമാണ് ക്രിസ്തു അന്ന് അവിടെ നൽകുന്നത്. നാം ഇപ്പോൾ നമ്മുടെ നോക്കുകയാണെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾക്ക് നമ്മൾ തൃപ്തി വരാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഒരു സൈക്കിളുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് സ്കൂട്ടർ വേണമെന്ന് ആഗ്രഹം തോന്നും. സ്കൂട്ടറുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ചെറിയൊരു കാർ വേണമെന്ന് ആഗ്രഹം തോന്നും. ആ ചെറിയ കാറ് വാങ്ങിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് വലിയ കാറ് വാങ്ങിക്കണം തോന്നും. അത് വാങ്ങിച്ചു കഴിയുമ്പോൾ ലക്ഷറി കാർ വാങ്ങിക്കണം തോന്നും.
അത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഫ്ലൈറ്റ് വരെ വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹം വരും. നമുക്ക് തൃപ്തി വരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ. ലൗകികമായി എത്ര ലഭിച്ചാലും നമുക്ക് തൃപ്തി വരാതെ നാം മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് നാം ഉള്ളത്. പക്ഷേ ക്രിസ്തു തൻ്റെ ജനനത്തിൽ നമുക്ക് കാണിച്ചു തന്നത് എന്താ? നാം എത്രയൊക്കെ ആഗ്രഹിച്ചാലും നമുക്ക് എന്തൊക്കെ ഇത് വന്നാലും ക്രിസ്തുവിനെ നാം കാണുന്നത് പുൽത്തൊട്ടിലിൽ സമാധാനമായി കിടന്നുറങ്ങുന്ന ക്രിസ്തു യേശുവിനെയാണ് നമുക്കതിവിടെ കാണിക്കാൻ സാധിക്കുന്നത്. അതാണ് പറഞ്ഞത് മഹാസന്തോഷത്തിൻ്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ്. ത്യാഗത്തിൻ്റെ സന്തോഷവും ഇത് മതി എന്നുള്ള ഒരു മെസ്സേജും. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാകും. അതുപോലെ ഒരു കാര്യം കൂടി അവസാനം പറയാൻ ആഗ്രഹിക്കുകയാണ്. നാം ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയറിലേക്ക് കയറുകയാണ്. നേരത്തെ അച്ഛൻ പ്രസംഗിച്ചായിരുന്നു, നമുക്ക് ഇടമില്ലാത്തവർക്ക് ഇടം കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ ചുറ്റുവട്ടം ഇവിടുത്തെ നിങ്ങളുടെ ഈ പഴകുളം സാന്ത്വന കമ്മ്യൂണിറ്റിയെ പറ്റി സ്വാഗത പ്രസംഗത്തിൽ ഒരുപാട് അവരുടെ ആക്ടിവിറ്റീസിനെ പറ്റി പറഞ്ഞു. എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. നമ്മുടെ പ്രവാസികളെ പറ്റി പറഞ്ഞു. പ്രവാസികളാണ് നമ്മുടെ കേരളത്തെ തന്നെ താങ്ങി നിർത്തുന്ന വ്യക്തികൾ. അവരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്നും എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കേരളത്തിൽ ഇത്രയും ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതിൻ്റെ ഒരു സുഖം വേറൊരു നാട്ടിൽ പോയാൽ നമുക്ക് ലഭിക്കത്തില്ല. അവരുടെ അധ്വാനമാണ്, അവരുടെ ചോരയും നേരുമാണ് നാം ഇവിടെ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരൊരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുള്ള ആളുകൾ ചേർന്ന് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആ ചെയ്യുന്ന ആക്ടിവിറ്റീസ് തന്നെ നമുക്ക് ഇടം ലഭിക്കാത്തവർക്ക് ഇടം കൊടുക്കാൻ സാധിക്കണം. നമ്മൾ ചുറ്റുവട്ടം ഒരുപാട് പേര് കാണും, നമ്മുടെ ഒച്ചയൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ. അങ്ങനെയുള്ളവരെ നമുക്ക് കേൾക്കാൻ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് സാധിക്കണം. ഒരു ചെറിയൊരു കഥ പെട്ടെന്ന് പറഞ്ഞത് തീർക്കാം ഞാൻ. ഒരു ഹോം നേഴ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വൃദ്ധയായ സ്ത്രീയെ പരിചരിക്കുകയായിരുന്നു. അവർക്ക് മരുന്നും ഭക്ഷണവുമൊക്കെ കൊടുക്കണം. ദിവസവും മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കും. പക്ഷേ ഈ സ്ത്രീ ഡെയിലി ഈ വ്യക്തിയോട് ചോദിക്കും, സമയം എത്രയായി, ഞാൻ എവിടെയാണ്? ഒരു ദിവസം 2-3 പ്രാവശ്യം ചോദിക്കും. ഈ ഹോം നേഴ്സ് കൃത്യമായിട്ട് അതിന് ആൻസർ പറയും. കുറച്ച് ദിവസം കണ്ടിന്യൂസ്ലി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു മുഷിപ്പ് തോന്നി. ഒരു ദിവസം അദ്ദേഹം ആ ചോദ്യം തിരിച്ചു ചോദിച്ചപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു. അവനൊരു ഇറിറ്റേഷൻ തോന്നി. അപ്പം അവൻ ചോദിച്ചു, എന്തിനാണ് അമ്മയ്ക്ക് ഇത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ എന്നോടിത് ദിവസവും ചോദിക്കുന്നത്? അമ്മയ്ക്ക് തന്നെ നോക്കിയാൽ പോരെ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മോനെ, എന്നോട് സംസാരിക്കാൻ ആരുമില്ല. ഞാൻ എന്നെ തന്നെ മറന്നുപോകും. എൻ്റെ മക്കൾ എന്നോട് സംസാരിക്കാറില്ല. എൻ്റെ മക്കൾ എന്നെ നോക്കാൻ വരാറില്ല. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നിന്നോട് സംസാരിക്കുന്നതാണ്. അവന് ഭയങ്കര റിപ്പൻറ്റൻസ് തോന്നി. അവൻ ചിന്തിച്ചു, ഞാനാകാം ഈ അമ്മയോട് ലാസ്റ്റ് സംസാരിക്കുന്ന വ്യക്തി. ഇതാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ പിന്നെ അവൻ റിപ്പൻറ്റ് ചെയ്ത് പിന്നെ അതിൽ ദിവസവും സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് ഇങ്ങനൊരു അവസ്ഥ, ഇങ്ങനെയുള്ള ചുറ്റുമുള്ള നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പേരുണ്ട്. ഇതൊരു വൃദ്ധയായ സ്ത്രീ കാര്യം പറഞ്ഞു. അപ്പം നമ്മുടെ മുമ്പിൽ കാണുന്ന ഏതൊരു വ്യക്തിയും, ഒരു കഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും നമ്മൾ അവർക്ക് ചെവി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ മഹാസന്തോഷം, ആ ത്യാഗത്തിലൂടെ കിട്ടിയ ആ സന്തോഷത്തിന് വില കിട്ടണമെങ്കിൽ നാം അങ്ങനെ ചെയ്യാൻ സാധിച്ചാലേ പറ്റുള്ളൂ. എന്തായാലും നിങ്ങളുടെ ഇവിടുത്തെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഈ പരിപാടിക്ക് ഇവിടെ വരാനും നിങ്ങളെല്ലാവരും കാണാനും സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും ഈ മഹാസന്തോഷം നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തർക്കും നാം എന്ത് നേടിയാലും, ഇന്നിവിടെ ദേവനാരായണൻ ഉണ്ടെന്ന് പറഞ്ഞു, വലിയൊരു സംഗീതത്തിൻ്റെ ഒരു മാസ്മരിക ലോകം തന്നെ ആ മകന് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. വലിയൊരു ഗായകനായിട്ട് വരട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു പിള്ളേർ പലരും ഒരുപാട് വലിയ ഉയരങ്ങളിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ പറഞ്ഞതുപോലെ നാം എവിടെ എത്തിയാലും നിങ്ങൾക്ക് ലഭിച്ച ഈ ക്രിസ്തുവിലൂടെ ലഭിച്ച ക്രിസ്മസിലൂടെ കിട്ടുന്ന ആ മഹാസന്തോഷം നമ്മുടെ സമൂഹത്തിന് ഉപയോഗിക്കാൻ, തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. ഞാനത് കണ്ടു വളർന്നത് കൊണ്ടാകാം, ഞാൻ എൻ്റെ പള്ളിയിൽ നിന്ന് അത് പഠിച്ചത് കൊണ്ടാകാം, എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് കൊണ്ടാകാം.
നമുക്ക് ലഭിക്കുന്ന ഈ സന്തോഷം നമുക്ക് നമ്മുടെ ചുറ്റുവട്ടമുള്ള ഓരോ കഷ്ടപ്പെടുന്നവനും കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കാം നമുക്ക് ലോകത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി? ഞാൻ പറഞ്ഞു, എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ തന്നെയാണ്, എൻ്റെ പ്രവർത്തനമാണ്. ഞാൻ ചെയ്യുന്ന നാം ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനം തന്നെയായിരിക്കണം നമ്മുടെ ഐഡൻറ്റിറ്റി. എൻ്റെ പേര് മറിയ ഉമ്മൻ എന്നുള്ള പേരിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് മുമ്പോട്ട് വരേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങനൊരു ഐഡൻറ്റിറ്റിയിൽ നമുക്ക് വളർത്താൻ സാധിക്കുകയാണെങ്കിൽ അതിന് പള്ളിക്ക് വലിയ പങ്കുണ്ട്, കുടുംബത്തിന് വലിയ പങ്കുണ്ട്. ആ ഒരു പങ്ക് നാം നിർവഹിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ യഥാർത്ഥമായ സന്തോഷം, അതിൻ്റെ മീനിങ് നാം ലോകത്തിന് വെച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ മാതൃകയായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങനെ നമുക്ക് വളർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ഏറ്റവും ഐശ്വര്യപൂർണ്ണമായ ഒരു ന്യൂ ഇയറും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.